ഹലോ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമസ്കാരം. നമ്മുടെ 11ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കുറെ ടേംസ് ആയിരുന്നു. ആ ടേംസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ബാക്കി വരുന്ന ടേംസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4-5 ടേംസും കൂടെ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേംസ് എന്ന് പറയുന്ന വിഭാഗം അവിടെ കഴിയും. നമ്മുടെ ചാപ്റ്റർ 1 അവിടെ കൺക്ലൂഡഡ് ആകും. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിൽ മാച്ച് ദി ഫോളോയിങ്ങും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സും ഓഡ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഡാഷും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്ന് പറയുന്നതും ഒക്കെ എസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നും ഒക്കെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ടേംസ് ആണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ്. എന്താ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കൊമേഴ്സ് പ്രത്യേകിച്ച് പഠിക്കണം എന്നൊന്നുമില്ല. എക്സ്പെൻസ് എന്ന് പറയുന്ന ഈ വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അത് വലിയ എക്സ്പെൻസ് പിടിച്ച സംഗതിയാണ്, നമ്മളെ കൊണ്ടത് കൂട്ടിയാൽ കൂടില്ല, അല്ലെ? അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എക്സ്പെൻസ് അതായത് ചിലവേറിയത് എന്നൊക്കെയാണ്. പക്ഷേ നമ്മളിവിടെ പഠിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ വലിയ ചിലവ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുന്ന ഒരു സംഗതി, ഇതൊക്കെ ആയിട്ടാണ് ഈ എക്സ്പെൻസിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷേ ബിസിനസിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് വല്ല രൂപേണയും അല്ലെങ്കിൽ പലതരത്തിലും പൈസ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, അതായത് നാളെയോ മറ്റന്നാളോ നമുക്ക് പലതരത്തിലുള്ള പൈസ ബിസിനസ്സിലേക്ക് വരാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കുറച്ച് പൈസ ചെലവാക്കുകയാണ്. അല്ലാതെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന പൈസ എന്നുള്ള അർത്ഥത്തിലല്ല എക്സ്പെൻസിനെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആള് കാണുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് എൻ്റെ കടയിലേക്ക് കൊണ്ടുവരുന്നു. അതെന്തിനാ? നാളെ അത് സെയിൽ ചെയ്യും എന്നുള്ളതാണ് ആ സംഗതി ചെയ്തതിന് പിന്നിലുള്ള നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ചെലവാക്കിയ ഈ പൈസ നാളെ തിരിച്ചെനിക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു സംഗതി കൊണ്ടല്ലേ. അപ്പോൾ കുറച്ച് വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ സഹിക്കുന്ന ചെലവിനെയാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സഹിക്കുന്ന പൈസയാണ് ആക്ച്വലി എന്ത് പിടിക്കുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദി കോസ്റ്റ് ഇൻകേർഡ്, INCURRED, കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ എന്ന് പറയും. ഫോർ ഏർണിംഗ് റവന്യൂ, അതായത് നമ്മൾ ഇപ്പോൾ ചെലവാക്കിയിട്ടുള്ള അല്ലെ സഹിച്ചിട്ടുള്ള പൈസ. ഫോർ വാട്ട്? അതിനുള്ള ഉത്തരമാണ് ഫോർ ഏർണിംഗ് റവന്യൂ. വരുമാനം നേടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ആ പൈസ ചെലവാക്കിയത്. അപ്പൊ അതുകൊണ്ടൊരു നഷ്ടം എന്നുള്ള ഫീലിംഗ് നമുക്ക് വേണ്ട. ഇന്ന് ആ ചെലവാക്കിയ പൈസ, ഇന്ന് ആ ചെലവാക്കിയ 1 രൂപ 2, 3, 4 രൂപയായിട്ട് മറ്റന്നാൾ തിരിച്ചിങ്ങോട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾ അവിടെ കാണേണ്ട കാര്യം. സോ ദി കോസ്റ്റ് ഇൻകേർഡ്, നമ്മളിപ്പം സഹിച്ചിട്ടുള്ള ചെലവ് അല്ലെങ്കിൽ നമ്മൾ വഹിച്ചിട്ടുള്ള ചെലവ്, ഫോർ ഏർണിംഗ് റവന്യൂ, ദാറ്റ് ഈസ് എക്സ്പെൻസ്. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്, കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ, ദാറ്റ് ഈസ് ദി റിയൽ എക്സ്പ്ലനേഷൻ ഓഫ് എക്സ്പെൻസസ്. ഓക്കെ, അതാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെൻസസിന് കുറച്ച് ഉദാഹരണങ്ങൾ പറ. സാലറി എക്സാമ്പിൾ ആണ്, റെന്റ് എക്സാമ്പിൾ ആണ്, അല്ലെ? ഇൻട്രസ്റ്റ് പെയ്ഡ് എക്സാമ്പിൾ ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരു പ്രത്യേക പർപ്പസിന്, അതായത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചെലവാക്കിയതാണ്. തൊഴിലാളിക്ക് സാലറി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി കൊടുക്കാതെ അയാളെ നമ്മളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യില്ല. അയാളെ സാലറി കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് നമ്മളെ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ അത്യന്താപേക്ഷിതമാണ്. ദാറ്റ് ഈസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്, ഇൻഎവിറ്റബിൾ ആണ്. ഓക്കെ, അതുപോലെ റെന്റ്, വാടക കൊടുക്കാതെ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ വാടക കൊടുത്തു കഴിഞ്ഞാലേ ആ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് അവിടുന്ന് വരുമാനവും ലാഭവും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിന്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടേമിലേക്ക്
പോകാം. സത്യത്തിൽ അടുത്ത ടേം എന്ന് പറയുന്നത് ഈ എക്സ്പെൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മറ്റ് 2 ടേമുകളാണ്. അതായത് ആക്ച്വലി ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എക്സ്പെൻസിനെ നമുക്ക് 2ആയിട്ട് കാര്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണ് പറയുക കേട്ടോ, എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. മറ്റൊന്നാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ആദ്യം ഞാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ടേമിനെ കുറിച്ച് സംസാരിക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലധന ചെലവ് എന്നാണ് അർത്ഥം. ഏറ്റവും സിമ്പിളായിട്ട് ഇതിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കുറേ ഫിക്സഡ് അസറ്റ്, മെഷീനറി, ഫർണിച്ചേഴ്സ്, വെഹിക്കിൾസ് അല്ലെ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ അവിടെ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത്തരം ഫിക്സഡ് അസറ്റ്സ് മേടിക്കാൻ, നിങ്ങളെ സ്ഥാപനത്തിലേക്ക് മേടിക്കാൻ നിങ്ങൾ ചെലവാക്കിയിട്ടുള്ള പൈസയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വർഷങ്ങളോളം കിട്ടും അല്ലേ. നിങ്ങൾ ഇപ്പൊ ആ ചെലവാക്കിയ പൈസയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് 2, 3, 4, 5, 10 വർഷമൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും, ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും, അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം എക്സ്പെൻസസിനെയാണ് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഇത്തരം എക്സ്പെൻസസ് ലോങ് ടേം നാച്ചർ ഉള്ള എക്സ്പെൻസസ് ആണ്. നമുക്ക് ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് ഫോർ പർച്ചേസ് ഓഫ് മെഷീനറി. അപ്പോൾ ഇതെന്തിന് ഉദാഹരണമാണ്, ആക്ച്വലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമാണ്. എന്താ സംഭവം, ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ ചെലവാക്കിയിട്ടുള്ള പൈസ, അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ടേം നാച്ചർ ഉള്ള അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്, ചെലവാണ്. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇത് പൊതുവെ ഇതിനെ അപേക്ഷിച്ചിട്ട് നേരെ ഓപ്പോസിറ്റാണ്. ഇത് ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കാണ് നമുക്ക് ഈ ചെലവ് നമ്മൾ ചെലവാക്കുന്നത്. അതിന്റെ ബെനിഫിറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യും. ഓക്കെ, അത് അധികകാലമൊന്നും അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അപ്പോൾ സാലറി കൊടുക്കുന്നു, ഒരു വ്യക്തി ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാലറി കൊടുക്കും. ആ ഒരു സാലറി എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ 1 month, ഒരു മാസത്തേക്കുള്ളതാണ്. റെന്റ് കൊടുക്കുന്നത്, ആ റെന്റ് എന്നുള്ള ഒരു മാസത്തേക്കാണ്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കാണ്, അല്ലെങ്കിൽ പിന്നെ 2 മാസത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് ആക്ച്വലി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഇൻ നാച്ചുറൽ എക്സ്പെൻസസ് ആണ് എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചർ. നമുക്ക് റെന്റ്, സാലറി, ഇതൊക്കെ എന്തിനു ഉദാഹരണമായിട്ട് പറയാം, ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമായിട്ട് പറയാം. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ, ഈ ടേമുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെന്റിന് പൈസ ചെലവാക്കും, പരസ്യം എന്നാണ് അതിന്റെ അർത്ഥം. പരസ്യത്തിന് വേണ്ടി പൈസ വല്ലാതെ സ്ഥാപനങ്ങൾ ചെലവാക്കും പൊതുവിൽ. ചിലപ്പോൾ ഒരു വർഷം തന്നെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ, അല്ലെങ്കിൽ നമുക്ക് തോന്നും ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കോസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള പൈസ സ്ഥാപനങ്ങൾ ചെലവഴിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് വർഷങ്ങളോളം കിട്ടും. നിങ്ങൾ നോക്ക്, ഞാൻ ഏതോ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, അറ്റ്ലസ് ജ്വല്ലറി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പരസ്യം. ആ ജ്വല്ലറിയെ ഇന്നില്ല, പക്ഷെ അത് വർഷങ്ങളോളം പരസ്യം ചെയ്തപ്പോൾ അതിന്റെ ആ പരസ്യം നമ്മളെ മൈൻഡിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ചില പരസ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു പരസ്യത്തിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ അത് പെട്ടെന്ന് ചില പരസ്യങ്ങൾ മൈൻഡിലേക്ക് കയറി വരും. ഓക്കെ, അപ്പോൾ ആ പരസ്യം ഇപ്പൊ ഇല്ലെങ്കിലും നമ്മൾ, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ നമ്മൾ കേട്ടയോ കണ്ടയോ ഓർമ്മയുള്ളെങ്കിൽ പോലും നമുക്ക് ഇന്നും നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാനൊക്കെ പറ്റും. അപ്പോൾ അത് ആ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കിയ പൈസയും ആക്ച്വലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് വർഷങ്ങളോളം ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ?
അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ഇങ്ങനെ 2 ടൈപ്പായിട്ട് പറയാം. ഇതാണ് എക്സ്പെൻസസിന്റെ 2 ഡിവിഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് എന്തെങ്കിലും പ്രയാസം ഇതിൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് പിന്നിലോട്ട് വരിക, റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്ക്, അടുത്ത ടേമാണ് സൺട്രി ഡെപ്റ്റർ. സൺട്രി ഡെപ്റ്റർ എന്നാണ് പറയുക, അവിടെ ബി പ്രൊനൗൺസ് ചെയ്യണമെന്നില്ല, ഡെപ്റ്റർ, സൺട്രി ഡെപ്റ്റർ. അതായത് ഇതൊരു വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. ആരാണ് ഈ വ്യക്തി? നമ്മളെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് സാധനം വിൽക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ കസ്റ്റമർ നമുക്ക് നേരിട്ട് ക്യാഷ് ആ സ്പോട്ടിൽ തന്നെ തരും, ചിലപ്പോൾ അത് പിന്നീടായിരിക്കും തരിക. ഇങ്ങനെ 2 തരത്തിലുള്ള സെയിൽസ് ആണ് അവിടെ സംഭവിക്കാൻ സാധ്യത. അപ്പോൾ ഞാൻ വിറ്റിട്ട് ആ പൈസ തന്നിട്ടില്ല എങ്കിൽ ആ കസ്റ്റമറെ നമുക്ക് സൺട്രി ഡെപ്റ്റർ എന്ന് വിളിക്കാം. സൺട്രി ഡെപ്റ്റർ. ഇവിടെ സൺട്രി എന്നൊക്കെ പറയുന്നത് കുറെ ആൾക്കാരുണ്ടാവുമ്പോൾ ആണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിയാണെങ്കിൽ ഡെപ്റ്റർ എന്നൊക്കെ വിളിച്ചാൽ മതിയാവും. അപ്പോൾ ആരാണോ ബിസിനസ്സിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളത്, that particular person is namely called sundry debtor. നമുക്ക് ഇവിടെ അത് എഴുതി വെക്കാം. The person who owes money to the business as he has received some benefit from the business. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, ദി പേഴ്സൺ ഒരു വ്യക്തിയാണിത്, ഹൂ ഓസ് മണി, അല്ലേ? പണം ആരാണ് നമുക്ക് തരാനുള്ളത്, നമ്മളെ ബിസിനസ്സിലേക്ക് ആരാണോ നമുക്ക് പൈസ തരാനുള്ളത്. അങ്ങനെ തരാനുണ്ടായത് നമ്മുടെ അടുത്ത് വായ്പ മേടിച്ചാ? നോ, ഒരിക്കലും അല്ല. ആസ് he has received some benefit from the business. ബിസിനസ്സിൽ നിന്ന് ചില ബെനിഫിറ്റ് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്, കൈപ്പറ്റിയിട്ടുണ്ട്. അവിടെ ആ ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളിൽ നിന്ന് കടത്തിന് സാധനം മേടിച്ചു, നമ്മളിൽ നിന്ന് കടത്തിന് സാധനം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് ആ ബെനിഫിറ്റ്. അങ്ങനെയാണ് നമുക്ക് അദ്ദേഹം പൈസ തരാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്കിൽ ആ വ്യക്തിയെ നമുക്ക് വിളിക്കാം സൺട്രി ഡെപ്റ്റർ. അറ്റ് ദി സെയിം ടൈം ഹി ഈസ് ഓൾസോ അവർ കസ്റ്റമർ. പക്ഷേ പൈസ തരാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഹി ഈസ് ജസ്റ്റ് എ കസ്റ്റമർ. അപ്പൊ നമുക്ക് പറയാം, all customers are not sundry debtors. Okay, but all debtors are the customers. പറഞ്ഞ മനസ്സിലാക്കാം? എല്ലാ കസ്റ്റമറും ഡെപ്റ്റർ അല്ല, പക്ഷെ എല്ലാ ഡെപ്റ്റേഴ്സും കസ്റ്റമർ ആണ്. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ പോയിന്റും മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് പിന്നോട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സൺട്രി ഡെപ്റ്റർ. അപ്പൊ നമുക്ക് പൈസ തരാനുള്ള വ്യക്തികളെ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്ത് അതിൻ്റെ അടിയിൽ രാജു, കിരൺ, കുമാർ, കബീർ, ഇത്ര ടോട്ടൽ ഇത്ര തരാനുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കണക്ക് കൂട്ടി വെക്കുക. ഇസ് ഇറ്റ് ഓക്കെ? അപ്പൊ അതാണ് സൺട്രി ഡെപ്റ്റർ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ടേം ഉണ്ട്, അതിലോട്ട് സൺട്രി ക്രെഡിറ്റർ. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയ ആ ഡെപ്റ്ററിന്റെ കേസിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. സൺട്രി ഡെപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളാണ്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്ന ഒരു ഐറ്റം ആണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ടേം ആണ് ആക്ച്വലി എന്ത് സൺട്രി ഡെപ്റ്റർ. കാരണം നമുക്ക് പൈസ തരാനുള്ള വ്യക്തികളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസയാണല്ലോ അത്, അല്ലെ? ക്യാഷ് കയ്യിലുള്ളതും ബാങ്കിലുള്ളതും കിട്ടാനുള്ളതും ആയിട്ടുള്ളതിനൊക്കെ നമുക്ക് കറണ്ട് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എവിടെ? കറണ്ട് അസറ്റ് എപ്പോഴാണോ നമ്മൾ പറഞ്ഞത് ആ കേസിൽ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടേമിലേക്ക് പോകാം. സൺട്രി ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഈസ് ഓൾസോ എ പേഴ്സൺ. നോക്കിക്കോ, ദി ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു whom the business owes money.
as he has given some benefit to benefit from the business from the business. എന്താ സംഭവം? ക്രെഡിറ്റർ എന്ന് പറയുന്നതും ഒരു വ്യക്തിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാ? ടു ഹൂം, ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ ടേം. ടു ഹൂം, ബിസിനസ് ആർക്കാണോ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ മാത്രമല്ല ഉണ്ടാവുക, നമ്മുടെ ഇടയ്ക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും അല്ലേ? അങ്ങോട്ട് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടത്തിന് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും. അങ്ങനെ കൊടുക്കാനുള്ളത്, അല്ലാതെ വായ്പ മേടിച്ചിട്ട് കൊടുക്കാനുള്ളതല്ല. അങ്ങനെ കൊടുക്കാനുള്ള, കടത്തിന് സാധനം മേടിച്ചിട്ട് കൊടുക്കാനുള്ള വ്യക്തികളെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? സൺട്രി ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം, ആർക്കാണ് ബിസിനസ് ഓസ് മണി, ആർക്കാണ് കച്ചവടം പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. ടു ഹൂം, ടു ഹൂം, ടു ഹൂം. ഓക്കെ, ആ വേർഡ് ഓർമ്മിച്ച് വെക്കണം. ടു ഹൂം. ആസ് ഹി ഹാസ് ഗിവൺ, എങ്ങനെയാ? നമുക്ക് എന്തൊക്കെയോ ചില സംഗതികൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. സം ബെനിഫിറ്റ്, എന്തൊക്കെയോ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് അല്ലേ? ഫ്രം ദി ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ചില ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുള്ളത്. ഇതിൽ ഇത്രയേ ഉള്ളൂ. കടത്തിന് സാധനം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്? ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾ പറയുമ്പോൾ ഈ ഡെറ്ററും ക്രെഡിറ്ററും ഒരേ സമയം അപ്പുറം ഇപ്പുറം ഉണ്ടാവും. മനസ്സിലായില്ല? ഇപ്പൊ ഞാനൊരു വ്യക്തിൻ്റെ അടുത്ത് സാധനം മേടിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ ക്രെഡിറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ആ വ്യക്തിന്റെ സൈഡ് നീന്തിച്ചു നോക്ക്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ പൈസ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പൈസ കിട്ടാനുണ്ട് എന്നാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുക ഡെറ്റർ എന്നാണ്, ഞാൻ അദ്ദേഹത്തെ വിളിക്കുക ക്രെഡിറ്റർ എന്നാണ്. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, സാധനം മേടിച്ചിട്ടാണ് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ക്രെഡിറ്റർ എന്ന് വിളിക്കും. ആ കിട്ടാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡെറ്റർ ആണ്. കാരണം അയാളെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്ക്, അയാൾക്ക് പൈസ ഞാൻ കൊടുക്കാനുണ്ട്, അയാൾക്ക് പൈസ എൻ്റെ അടുത്ത് കിട്ടാനുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഡെറ്റർ ആണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്രെഡിറ്റർ ആണ്. ഇസ് ഇറ്റ് ഓക്കെ? ഇതാണ് ഇന്നത്തെ ടേംസ്. ഇതോടുകൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടേംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓർമ്മ കിട്ടുമ്പോൾ അവിടെ ക്ലിയർ ചെയ്യാം. ഇനി ഒരൊറ്റ കാര്യം കൂടി നമ്മൾ ഈ ക്ലാസ് പഠിക്കും, എന്നിട്ട് ഈ വീഡിയോ നിർത്താം. ഒന്ന് അറിഞ്ഞു വെക്കണം. ഇതിൽ ട്രാൻസാക്ഷൻ എന്താ? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ ഡീലിങ്സ് നടത്തുന്നുണ്ടോ അതിനെയൊക്കെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുക. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ രണ്ട് ടൈപ്പിലുണ്ട്, ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. എന്താ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഒരു കച്ചവടക്കാരനും അല്ലെ നമ്മുടെ കച്ചവടവും ഒരു വ്യക്തിയും തമ്മിൽ ഒരു ഡീലിങ്സ് നടത്തുമ്പോൾ അവിടെ ക്യാഷ് എന്നുള്ള സംഗതി ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റിസിപ്റ്റ് ഓഫ് ക്യാഷ് ഇൻക്ലൂഡഡ് ഇൻ എ ട്രാൻസാക്ഷൻ, ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് കോമൺലി നോൺ ആസ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇങ്ങനെയാണ് പറയുക. ഞാനൊരു വ്യക്തിൻ്റെ അടുത്ത് സാധനം മേടിക്കുന്നു, ആ സ്പോട്ടിൽ പൈസ കൊടുക്കുന്നു, അവിടെ ക്യാഷ് എന്നുള്ള സംഗതി കൊടുത്തു കഴിഞ്ഞു, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അതേസമയം നമ്മളൊരു വ്യക്തിൻ്റെ അടുത്ത് സാധനം മേടിക്കുന്നു, ഞാൻ പറയാണ് പൈസ നാളെ തരാം, അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, ക്യാഷിന്റെ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് നടക്കുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണം. ഇത്രയും സംഗതികളാണ് ചാപ്റ്റർ 1 നമുക്ക് പഠിക്കാൻ ഉള്ളത്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെക്കണം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെക്കണം. ഇത്രയേ ഉള്ളൂ. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റിസിപ്റ്റ് ഓഫ് ക്യാഷ്. ഇവിടെ എഴുതിക്കൊന്നാൽ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റിസിപ്റ്റ് ഓഫ് ക്യാഷ്
ഇൻ എ ട്രാൻസാക്ഷൻ included it is a cash transaction. എന്താണ്? ഇറ്റ് ഈസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇത് എഴുതി വെച്ചോ നിങ്ങൾ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ പിന്നെ ദി പേയ്മെന്റ് ഓർ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഇൻ എ ട്രാൻസാക്ഷൻ പോസ്റ്റ്പോൺഡ് എന്ന് ചേർത്താൽ മതി. അതായത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഇൻക്ലൂഡഡ് എന്നുള്ളത് മാറ്റി കളിയാ, എന്നിട്ട് പോസ്റ്റ് പോണ്ട് നീട്ടി വെച്ചിരിക്കുന്നു അല്ലെ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ചേർത്താൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ്. ഇമ്മീഡിയറ്റ് വേണ്ടേ, ഇമ്മീഡിയറ്റും വേണ്ട, ഇൻക്ലൂഡും വേണ്ട. ഏതില്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ ബാക്കിയെല്ലാം എഴുതി വെച്ചായി. ഇൻക്ലൂഡഡ് ഒഴിവാക്കിയതിന് പകരം പോസ്റ്റ് പോണ്ട്. എന്താ പോസ്റ്റ് പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ? നീട്ടി വെക്കുക അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കുക, നാളെ തരാമെന്ന് പറയുക. ഓക്കെ, പോസ്റ്റ് പോൺ ചെയ്യുക. നമ്മൾ പഠിക്കേണ്ട ഇന്ന് എടുക്കട്ടെ നാളെ പഠിക്കുക അങ്ങനെ പറയില്ലേ, അത് തന്നെ. അപ്പോൾ ആരും പോസ്റ്റ് പോൺ ചെയ്യാൻ പാടില്ല കേട്ടോ. പാഠഭാഗങ്ങൾ അന്നന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അന്നേരം തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, അവിടെ അത് മനഃപ്പാഠം ആക്കി വെക്കുക. ഓക്കെ, സി യു. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിൾ ആണ്. ടേംസ് നമ്മൾ കഴിഞ്ഞു, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.